ഇന്ന് മുതൽ ഞാനൊരു പ്രത്യേക രീതിയിലെ എപ്പിസോഡ് പറയാൻ പോവുകയാണ്. ഒന്നുമില്ല, എൻ്റെ ജീവിതത്തിൽ നിരവധി പേര് പറയുന്നുണ്ട് നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് വല്ലതും പറയൂ. അപ്പോൾ ഇന്ന് ആ ലൈഫിനെ കുറിച്ച് പറയാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു സംഗതി ഞാൻ തുടങ്ങാമെന്ന് വിചാരിക്കുന്നത്. ഇതൊരു എപ്പിസോഡായിട്ട് ഉണ്ടാക്കാം. അതായത് ഇതിൽ പറയാനുള്ളത്, എനിക്ക് ഇപ്പോൾ ഏതാണ്ട് 58 വയസ്സായി. ഈ 58 വയസ്സിൽ ഞാൻ കടന്നു വന്ന നിരവധി പ്രതിസന്ധികൾ, ആ പ്രതിസന്ധികൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്നെക്കുറിച്ച് കുറേ ചെറിയൊരു ഐഡിയ ഒക്കെ കിട്ടും. മുഴുവനായിട്ട് കിട്ടൂല, മുഴുവൻ കാര്യം പറയാനും പറ്റൂലല്ലോ, കുറച്ചൊക്കെ പറയാം, പ്രധാനപ്പെട്ട സംഗതികളൊക്കെ. ഓക്കെ, അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് 1990 മുതൽ തുടങ്ങാനാണ്. 1990. പിന്നെ ഇതിൽ കുറേ സംഗതികൾ ഞാൻ പറയുന്നില്ല കേട്ടോ, കാരണം എന്താ വെച്ചാൽ ഞാൻ വ്ളോഗ് ചെയ്യുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് കുറേ സംഗതികൾ മറച്ചു വെക്കുകയാണ്. പക്ഷെ എന്നാലും സംഭവങ്ങൾ ചിലത് വ്യക്തമായിട്ട് തന്നെ പറയും. അപ്പോൾ അതിൽ 1990 മുതൽ തുടങ്ങുകയാണ്. കാരണം 1990 ഞാൻ UAE-യിലായിരുന്നു. അവിടുന്ന് ഒരു കമ്പനി, TNT എന്ന് പറയുന്നൊരു കമ്പനി, കൊറിയർ കമ്പനിയാണ്. അതിൽ ലേ ഓഫ് ഉണ്ടായി. അതിൽ ചെലവ് ചുരുക്കലിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സ്റ്റാഫിനെ ഒഴിവാക്കി. അതിൽ ഞാൻ ഒഴിവായതാണ്. അങ്ങനെ ഒഴിവായിട്ട് അവിടെ UAE-യിൽ ഒരു മാസം ജോലി തരാനുള്ള അവസരം ഉണ്ടായിരുന്നു. അങ്ങനെ ജോലിയൊക്കെ തിരഞ്ഞ് നടക്കുമ്പോൾ അവിടെയും വലിയൊരു ഗതിയൊന്നും കിട്ടിയില്ല. അങ്ങനെ അവസാനം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, അബുദാബിയിൽ ചെന്ന് നോക്കാം, അവിടെ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഏതായാലും ജോലിയൊന്നും വിചാരിക്കുന്ന ജോലി തിരച്ചിലാണല്ലോ. അങ്ങനെ അബുദാബിയിലേക്ക് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമ്മളൊരു പരിചയക്കാരനാണ് അവിടെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. ഒരു മാനേജർ പരിചയക്കാരനാണ്. അങ്ങനെ ഇൻ്റർവ്യൂ ചെയ്ത് അപ്പോൾ പറഞ്ഞ്, ഞങ്ങൾക്ക് കൊറിയർ വേണ്ടത് അബുദാബിയിലാണ്. കൊറിയറിനൊരു പ്രത്യേകത ഉണ്ടല്ലോ, സ്ഥലം അറിഞ്ഞിരിക്കണം. അപ്പോൾ നിനക്ക് സ്ഥലം അറിയുമോ എന്ന് ചോദിച്ചു ഇവിടെ അബുദാബിയിൽ. ഞാൻ പറഞ്ഞ് ദുബായിൽ നിന്നാണ് ഞാൻ വരുന്നത്, ഈ സ്ഥലം ഈ ഓഫീസ് തന്നെ ചോദിച്ചിട്ടാണ് എത്തിയത്. എന്ന് വെച്ചാൽ എനിക്ക് അബുദാബിയിൽ ഒന്നും അറിയില്ല. ഈ ഓഫീസ് ഇൻ്റർവ്യൂ തരുന്ന ഓഫീസ് പോലും എനിക്കറിയില്ല. ഞാൻ ചോദിച്ചറിഞ്ഞിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മാനേജർ മുപ്പർക്ക് എൻ്റെ മറുപടി ഇഷ്ടപ്പെട്ടു. കാരണം ഹോണസ്റ്റ്, സത്യസന്ധമായ മറുപടിയാണ്. അറിയില്ല, ചിലർ അറിയും, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ മുപ്പരിങ്ങനെ ചിന്തിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്ത് നീ ബഹ്റൈനിൽ പോയിട്ട് പണിയെടുക്കുക. കാരണം നിനക്ക് ബഹ്റൈൻ അറിയാലോ. മുമ്പ് ഞാൻ ബഹ്റൈനിൽ 6 വർഷം, ആ സമയത്ത് 6 വർഷം ഞാൻ ബഹ്റൈനിൽ ഉണ്ടായിരുന്നു. എന്നിട്ടാണ് UAE-ലേക്ക് പോയത്. അപ്പോൾ നീ ബഹ്റൈനിൽ പോയിട്ട് പണിയെടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ മൂപ്പരെല്ലാ പേപ്പറും കാര്യങ്ങളും ശരിയാക്കി തന്ന് പിന്നെ അങ്ങനെ ഞാൻ നാട്ടിൽ പോയിട്ട് ബഹ്റൈനിലേക്ക് എത്തി. നാട്ടിൽ പോയി 10 ദിവസം നിന്ന് അങ്ങനെ ബഹ്റൈനിലേക്ക് തിരിച്ചു പോയി. അങ്ങനെ ജോലിയിൽ കയറി. ഒരു ഭാഗ്യമായിട്ടാണ് കൂട്ടുന്നത്. കാരണം എന്താ വെച്ചാൽ നല്ല ഉയർന്ന ശമ്പളമാണ്. പക്ഷേ എന്നെ അടുത്തത് പാർട്ട് ടൈം ആയിട്ടാണ്. അപ്പോൾ പാർട്ട് ടൈം ആയിട്ട് എടുക്കുമ്പോൾ എത്ര 150 ദിനാറാണ് ശമ്പളം. പിന്നെ ബാക്കിയൊക്കെ ഓവർ ടൈം വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് എടുത്തത്. ഓവർ ടൈം ഉണ്ട് കേട്ടോ, ഉണ്ട്. അത് പേ ചെയ്യുകയാണെങ്കിൽ ഒരു 500 ദിനാറ്. ഞാൻ ജസ്റ്റ് ഒരു റൗണ്ട് ഫിഗർ പറയാണ്, UAE-യുടെ 5000 ദിർഹം ശമ്പളമുണ്ട് ആ കാലത്ത്. 1999 1990 അല്ല കേട്ടോ, തെറ്റി പറഞ്ഞതാ, 1999 ഡിസംബറിലാണ് ബഹ്റൈനിൽ. അപ്പോൾ ആ സമയത്തൊക്കെ 500 ദിനാർ എന്നൊക്കെ പറയാൻ ഭയങ്കര ശമ്പളമാണ്. അപ്പോൾ അങ്ങനെ കയറി. പക്ഷെ പിന്നീടാണ് അറിഞ്ഞത് അബുദാബിയിൽ നിന്ന് എന്നെ എടുത്തിട്ട് ബഹ്റൈനിലേക്ക് കൊണ്ടുവരുന്നുണ്ടെന്ന് അവിടെ അറിഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഭയങ്കര ബഹ്റൈനൈസേഷൻ നടക്കുകയാണ്. ബഹ്റൈനികൾക്ക് മാത്രം ജോലി കൊടുത്താൽ മതി എന്നുള്ള ഭയങ്കര, അവിടുത്തെ ജനങ്ങളും പ്രക്ഷോഭത്തിലാണ്. ബഹ്റൈനികൾക്ക് മതി ജോലി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവർ പദ്ധതി ഇട്ടിട്ടുണ്ടായിരുന്നു. ആര്? ബഹ്റൈനികളും. പിന്നെ അവിടെ ഒരു കോർഡിനേറ്റർ ഉണ്ട്, ടാൻസാനിയക്കാരനാണ്. ടാൻസാനിയാണോ ഇനി വേറെ രാജ്യമോ ഞാൻ മറന്ന്, ടാൻസാനിയനെ തോന്നുന്നുണ്ട്. അങ്ങനെ അവർ പദ്ധതി ഇട്ട് ആ വരുന്ന ആളിനെ ഞങ്ങൾ 1 മാസം കൊണ്ട് സ്വയം വിട്ടുപോകും, അങ്ങനത്തെ കോലത്തിലാക്കുന്ന ഒരു പദ്ധതി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് കുറേ കണ്ടാണ് ഞാൻ അറിയുന്നത്. അങ്ങനെ ഞാൻ അവിടെ കയറി. അങ്ങനെ 2 ആഴ്ച ട്രെയിനിങ് ഒരു മലയാളിയുടെ കൂടെ തന്നെയായിരുന്നു. 2 ആഴ്ച കടന്നുപോയി. ഉത്തരവാദിത്തമില്ലല്ലോ, കാരണം ട്രെയിനിങ് അല്ലേ. അത് കഴിഞ്ഞ് സ്വന്തമായിട്ട് കയറി ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി ഭൂലോക പാര പല സ്ഥലത്തുനിന്ന് വരാൻ തുടങ്ങി.
അതിലെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പാർട്ട് ടൈമായിട്ടാണ് ഞാൻ കയറിയത്. പക്ഷേ രാവിലെ 5 മണിക്ക് 5:30 കൂടി അവിടെ എത്തണം ഓഫീസിൽ. എന്നിട്ട് പിന്നെ ഈ പാക്കേജ് വന്നിട്ടുണ്ടാവും, ഭൂമുഖത്തെ എല്ലാ സ്ഥലത്തും പാക്കേജ് അവിടെ വന്ന് കിടക്കുന്നുണ്ടാവും ഡെലിവറി ചെയ്യാനുള്ള. അപ്പം ബാക്കിയുള്ളവരും വരും, അങ്ങനെ ഒക്കെ സോർട്ട് ചെയ്ത് പിന്നെ വണ്ടിയിലാക്കി അവന് ഡെലിവറി ചെയ്യണം. അത് പല നിയമങ്ങളാണ്. 12 മണിക്ക് മുമ്പേ ചെയ്യണം പല പാക്കറ്റുകളും, 12 മണിക്ക് ശേഷം ചെയ്യാൻ പാടില്ല. അപ്പോൾ വാർണിംഗ് ലെറ്റർ കിട്ടും. ഭയങ്കര പ്രശ്നങ്ങളാണ്. അങ്ങനെ അതൊക്കെ ഒരുവിധം ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, പിന്നെ ആകെ കുത്തഞ്ഞെടുക്കുക മാത്രമല്ല, അത് എൻ്റെ മേലെ സമ്മർദ്ദം ചെലുത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടിയെന്ന് എനിക്ക് അപ്പം തന്നെ മനസ്സിലായി. അതായത് എൻ്റെ ഡ്യൂട്ടി സ്ട്രേറ്റ് ഡ്യൂട്ടി എനിക്ക് അധികം തരിക തുടക്കത്തിൽ. അപ്പോൾ 2 മണിയോട് കൂടി പാർട്ട് ടൈം ആണെങ്കിൽ 12 മണിക്ക് ഡ്യൂട്ടി കഴിയണം. 2 മണി 2:30 കൂടി അല്ലെങ്കിൽ 3 മണിയോട് കൂടി ഡ്യൂട്ടി കഴിഞ്ഞു. അങ്ങനെ 3 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് വല്ലതും കഴിച്ചിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ ഈ ഓഫീസിലേക്ക് വരുമല്ലോ, ഡെലിവറി മാത്രമല്ല പാക്കേജിങ്ങിൽ എടുക്കും വേണം. അങ്ങനെ ഈ തിരിച്ചു വരുമ്പോൾ എല്ലാം കഴിഞ്ഞ് പാക്കേജൊക്കെ തിരിച്ച് വന്ന് ഞാനിപ്പോൾ ഇതോടെ ഇട്ട് നമുക്ക് പിന്നെ ഡ്യൂട്ടി കഴിയാമെന്ന് വിചാരിക്കുമ്പോഴായിരിക്കും, അപ്പോൾ ആ സമയത്ത് ഓഫീസിൽ ആരും ഉണ്ടാവില്ല, കാരണം എല്ലാവരും റൂട്ടിൽ പോയിണ്ടാവുമല്ലോ. അപ്പോൾ ഞാനേ ഉണ്ടാവുള്ളൂ. ഇത് അമീന് വന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ പറയുക, കല്യാണം വന്നു അല്ലെ സന്തോഷത്തിൽ. നോക്കുമ്പോൾ എന്താണ്, അവിടെ 5-6 പിക്കപ്പ് കിടക്കുന്നുണ്ട്, മറ്റേ ഡ്രൈവർമാർക്ക് എത്താൻ പറ്റില്ല, നീ പോയിട്ട് എടുക്കുമെന്ന് പറയും. 5-6 പിക്കപ്പ് അതെടുത്ത് നീ വെട്ടി പോയിക്കോന്ന് പറയും. ഈ 5-6 പിക്കപ്പ് മറ്റുള്ളവർക്കൊക്കെ പറഞ്ഞ ഏരിയയാണ്, ഓരോ ഏരിയയിൽ പോയാൽ മതി. ഇത് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ ആളാണല്ലോ, ഡ്യൂട്ടി കഴിഞ്ഞ ആൾക്ക് ഒന്നവിടെ സഹായിക്കും, ഒന്നവിടെ സഹായിക്കും പറഞ്ഞിങ്ങനെ. അങ്ങനെ ഒരു 5-6 പിക്കപ്പ് എടുത്ത് തരും. ഈ 5-6 പിക്കപ്പ് മാത്രം എടുത്ത് തിരിച്ചു വരുമ്പോഴേക്കിന് 5:30-6 മണിയാവും. പക്ഷേ ഈ 6 പിക്കപ്പ് എടുക്കാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വഴിക്കുന്ന തരും ഒരു 4. നീ ഉള്ള ഏരിയ തന്നെ ഒരു 3 പിക്കപ്പ് കൂടി ഇട്ടിട്ട് അതുകൊണ്ട് എടുത്തേക്കെന്ന് പറയും. അതെടുത്ത് വരുമ്പോൾ അപ്പുറത്തൊന്നും ഇട്ട് അതും കൂടി എടുത്തേക്കെന്ന് പറയും. ചുരുക്കി പറഞ്ഞാൽ സാധാരണ മറ്റുള്ളവർ പോലത്തെ ഡ്യൂട്ടിയായി. എന്നുവെച്ചാൽ ബ്രേക്ക് എടുത്തിട്ടില്ല, ഭക്ഷണം കഴിച്ചില്ല, സ്ട്രേറ്റ് ഡ്യൂട്ടിയാണല്ലോ, ഭക്ഷണം കഴിക്കാൻ ഗ്യാപ്പില്ലല്ലോ. മരണ തിരക്കാണ്, ഭയങ്കര പാക്കേജും ഭയങ്കര പിക്കപ്പുമാണ്, ഭക്ഷണമൊന്നും ചിന്തിക്കണ്ട. അപ്പം 3 മണിക്ക് തിന്നാലോ എന്നുള്ള സമാധാനത്തിലാണ് ഞാൻ ഭക്ഷണം കഴിക്കാതെ തിരിച്ചു വരുന്നത്. 3 മണിക്ക് പോകാൻ നോക്കുമ്പോൾ പിന്നെയും ജോലിയാണ്. അങ്ങനെ പിന്നെയും ഓട്ടം തന്നെ ഓട്ടം. അങ്ങനെ നോക്കുമ്പോൾ 8 മണി 9 മണി ഇങ്ങനെ എത്തി, രാത്രി 9 മണിക്ക് എത്തി. അങ്ങനെ തിരിച്ചു വന്ന് എല്ലാം കൂടി കഴിയുമ്പോൾ 10 മണി രാത്രി. ഭക്ഷണം അന്ന് ഭക്ഷണമില്ല, ഇല്ല പറഞ്ഞാൽ കഴിക്കാൻ സമയം കിട്ടിയില്ല. അങ്ങനെ പൈസ ഇല്ലാത്തൊന്നല്ല. അങ്ങനെ 10 മണിക്ക് പോകുന്നു. ഡെയിലി ഈ ഒരു സംഭവം തന്നെ. എന്ന് വെച്ചാൽ ദിവസം ഒരു നേരം ഭക്ഷണം, വെള്ളം കുടിച്ചാൽ കുടിച്ചു, വെള്ളം കുടിക്കാൻ സമയം കിട്ടിയേ കുടിച്ചെന്നല്ലാതെ വെള്ളം അതുമില്ല. ചില സമയത്ത് മൂത്രമൊഴിക്കാൻ വലിയ സമയം കിട്ടൂല, അപ്പോൾ വെള്ളം കുടിച്ചിട്ടും കാര്യമില്ല. അങ്ങനെ നിരവധി മാസങ്ങൾ. അവസാനം ശമ്പളം വരുന്ന സമയത്തോ 150 ദിനാറ്, ഓവർ ടൈമും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ കൂടി ഒത്തിട്ട്, ആ കോർഡിനേറ്റർ പറഞ്ഞ ആളുണ്ടല്ലോ, മൂപ്പരാണ് എല്ലാതും നോക്കിയിരുന്നു. മാനേജർക്കൊന്നും വലിയ വിലയൊന്നുമില്ല. ആ ടാൻസാനിയക്കാരൻ, അയാൾ ഭൂലോക ഇടങ്ങറാക്കൽ. 1 മണിക്കൂറും ഓവർ ടൈം ഇല്ലയെന്ന് മാത്രമല്ല, എന്നോട് പറഞ്ഞു ഇതാ ഈ ഫോൺ നീ വെച്ചോ എന്ന് പറഞ്ഞ്. കമ്പനി ഓരോ ഫോൺ കൊടുക്കും എല്ലാവർക്കും. അന്നത്തെ കാലത്ത് ഒരു ജാതി ഫോണാണ്, വലിയൊരു ഫോണ്. ഞാൻ ആ ഫോൺ ഉപയോഗിച്ച് പെട്ടെന്ന് ബില്ല് വരുന്നത് 250 ദിനാറ്. ആരുടെ ബില്ലാണ് നോക്കുമ്പോൾ മുമ്പ് ഉപയോഗിച്ച ആളുടെ ബില്ലാണ്. അതും അതാണ് കൊടുത്തേ പറ്റുള്ളൂ എന്ന് പ്രഷർ ഇടാണ്. അപ്പോൾ ഈ 150 ദിനാറ് കിട്ടുന്നത് 250 ദിനാറ് ബില്ലടക്കണ്. ഒന്നും മിണ്ടാൻ പറ്റില്ല, പുതിയ ആളല്ലേ. ഒന്നും വേണ്ടി തർക്കിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മതി, നീ ജോലി ഉണ്ടാന്ന് പറയപ്പെട്ടില്ലേ, അല്ലെങ്കിൽ വലിയൊരു കംപ്ലൈൻറ്റ് അയച്ചാൽ കുടുങ്ങിയില്ലേ. അപ്പം മിണ്ടാതെ അത് അടച്ചു. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ നഷ്ടം. പിന്നെ ജോലി ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഒരു ട്രെയിനിങ് വരും. ട്രെയിനിങ് എന്തിനാണെന്ന് വെച്ചാൽ അതിൽ പിന്നെ മാർക്ക് കിട്ടണം, നല്ല മാർക്ക് കിട്ടണം. അങ്ങനെ മാർക്ക് കിട്ടിയാൽ മാത്രം 95% മേലെ മാർക്ക് ഒരു പരീക്ഷയാണ്. അത് കിട്ടിയാൽ മാത്രമാണ് ജോലിയിൽ തുടരാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ പിന്നെ ജോലിയിൽ തുടരാൻ പറ്റില്ല, കാരണം പ്രൊബേഷൻ പീരീഡുമാണ്. അങ്ങനെ ട്രെയിനിങ് വന്ന്, അപ്പോൾ ഞാനും ഒരു മലയാളിയുമാണ് പുതുതായിട്ട് കയറിയിട്ടുള്ളത്. ഞങ്ങൾ 2 പേർക്കാണ് ട്രെയിനിങ്. സാധാരണഗതിയിൽ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ട്രെയിനിങ് വേറൊരു രാജ്യത്തുണ്ടാവുക. കാരണം സമാധാനത്തിൽ പിന്നെ പഠിക്കാനും ട്രെയിൻ ചെയ്യാനൊക്കെ ഒരു അവസരമാണല്ലോ. ജോലിനെ കുറിച്ചൊന്നും അറിയണ്ടല്ലോ, കാരണം ജോലി അവരുടെ രാജ്യത്ത് കിടക്കല്ലേ. അപ്പോൾ ഉദാഹരണമായിട്ട് ബഹ്റൈനിലാണ് ഞങ്ങളെങ്കിൽ
ദുബായിലാണ് ട്രെയിനിങ് ഉണ്ടാവേണ്ടത്. അതുതന്നെയാണ് അറിയിച്ചിരുന്നത് ആദ്യം. പക്ഷേ ഈ കോർഡിനേറ്റർ മൂപ്പര് പദ്ധതി മുൻകൂട്ടി കണ്ടുകൊണ്ട് എന്നെ പാഠം പഠിപ്പിക്കണമല്ലോ, എന്ത് ചെയ്ത് ബഹ്റൈനിൽ തന്നെ ട്രെയിനിങ് വെച്ച്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നീ യാത്ര ചെയ്ത് സുഖിക്കണ്ട ദുബായിൽ. കാരണം ദുബായിലാണെങ്കിൽ ഒരു ഉത്തരവാദിത്വം ഇല്ല. ട്രെയിനിങ് കഴിഞ്ഞാൽ പുറത്തിറങ്ങി ഉലാത്താനൊക്കെ ഇറങ്ങാം, സ്ഥലങ്ങൾ കാണാം. അതങ്ങനെ ഇപ്പോൾ ചെയ്യണ്ട, ഇവിടെ തന്നെ ട്രെയിനിങ് പറഞ്ഞിട്ട് ആ ട്രെയിനിങ് എവിടെ അറിയോ? ഓഫീസിൽ തന്നെ ട്രെയിനിങ് 10 മണിക്കൊക്കെയാണ് സ്റ്റാർട്ടാവുക രാവിലെ. അപ്പോൾ രാവിലെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഒരു 2 പാക്കേജ് അവിടെ ഡെലിവറി ചെയ്തിട്ട് കാട്ടുമെന്ന് പറയും. അത് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ട്രെയിനിങ് തുടങ്ങി. ട്രെയിനിങ് ഒരു 2 മണിയോട് കഴിയും. 2 മണിക്ക് കഴിഞ്ഞാൽ സാധാരണ ട്രെയിനിങ് കഴിഞ്ഞാൽ പിന്നെ ജോലിയും ചെയ്യാൻ പാടില്ല. കാരണം ട്രെയിനിങ്ങിലാണല്ലോ, ആൾ ജോലി ചെയ്യാൻ പാടില്ല. അവിടെ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് 2 മണിക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓഫീസിൻ്റെ മേലെ തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ അമ്മേനല്ല ഇരിക്കണേ, ഒരു 5 പാക്കേജ് അവിടെ ഡെലിവറി ചെയ്തേക്ക് അവിടെ ഇരിക്കണം. ആൾക്കാർ മറന്നുപോയി, അല്ലെങ്കിൽ ഒരു 5 എണ്ണം പിക്കപ്പ് ചെയ്തേക്ക് അവർ മറന്നുപോയി, അല്ലെങ്കിൽ എത്താൻ പറ്റില്ല പറഞ്ഞിട്ട് പിക്കപ്പ് തരും, പിക്കപ്പ് ഡെലിവറിയും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ട്രെയിനിങ്ങിൽ പിന്നെ ഓവർ ടൈം ഒന്നും ഉണ്ടാവില്ലല്ലോ. ട്രെയിനിങ്ങിലല്ല ആൾ, സിസ്റ്റപ്രകാരം അയാൾ ട്രെയിനിങ്ങിലാണ്, ജോലി ചെയ്യാൻ പാടില്ലല്ലോ. പക്ഷേ ജോലിയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ജോലിയും ചെയ്തിട്ട് തന്നെ 10 മണി. അപ്പോൾ അപ്പോഴും ഇല്ല തിന്നാനും കുടിക്കാനുള്ള സമയം. ബാക്കിയുള്ളവർക്കൊക്കെ നല്ല സുഖമാണ്. ബാക്കിയുള്ളവർക്കൊക്കെ ട്രെയിനിങ് വേറെ രാജ്യത്തുണ്ടായിരുന്നു, അവർ പോയിട്ട് ഹോട്ടൽ മുറിയിൽ കിടക്കുന്നു, നല്ല ഭക്ഷണം കഴിക്കുന്നു, ഉലാത്താൻ ഇറങ്ങുന്നു, ഒന്നും അറിയണ്ട. നമ്മൾ ജോലി തന്നെ. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പരീക്ഷയിൽ തോൽക്കും, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റൂല, ഭക്ഷണമൊന്നുമില്ലാതെ ചെയ്യല്ലേ എന്നൊക്കെയാണ് ഈ കോർഡിനേറ്റർ വിചാരിച്ചത്. അങ്ങനെ തോറ്റു കഴിഞ്ഞാൽ അവന് പിന്നെ ബുദ്ധിയില്ല, നമുക്ക് പിന്നെ പറഞ്ഞേക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവരുടെ പദ്ധതി നടപ്പാകുമല്ലോ. അങ്ങനെ 7 ദിവസം കണ്ടുള്ള ട്രെയിനിങ്. ആ ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞപ്പോഴേക്കിനും പിന്നെ 98% മാർക്ക് കിട്ടി. അപ്പോൾ ആ ഗ്യാപ്പ് അവരുടെ ആ പ്ലാൻ എ നശിച്ചു. അങ്ങനെ അവർ പ്ലാൻ ബിയിലേക്ക് വന്നു. ഇവരെ തട്ടണമല്ലോ. അങ്ങനെ ഇവരൊക്കെ കൂടി ഒത്തു, ഈ മൊത്തം സ്റ്റാഫ്. അങ്ങനെ ഈ എയർപോർട്ടിൽ കസ്റ്റംസ് ക്ലിയർ ചെയ്യുന്ന കുറേ സ്റ്റാഫുണ്ട്. അവർ എന്തോ ഭയങ്കര വിലപിടിപ്പുള്ള പല സാധനം വരും, സ്വർണ്ണവും പ്ലാറ്റിനം എന്നൊക്കെ പറയും, കുറേ സാധനം വരും. ഭയങ്കര വിലയായിരിക്കും. അത് ചെറിയ പാക്കറ്റ് ആയിരിക്കും, പക്ഷേ ഭയങ്കര വിലയായിരിക്കും. അങ്ങനെ ഒരു പാക്കറ്റ് അപ്പോൾ ഞാൻ ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ ഡ്യൂട്ടി തുടങ്ങുകയാണല്ലോ. ഫസ്റ്റ് ദിവസം തന്നെ ട്രെയിനിങ് കഴിഞ്ഞതിൻ്റെ ഈ പാക്കേജ് എനിക്ക് തന്നു. ഒരുപാട് പാക്കേജിൻ്റെ ആ കൂട്ടത്തിൽ ഇതുകൊണ്ട് ഞാൻ അറിയണില്ലല്ലോ. എല്ലാ പാക്കേജും പോലെ അഡ്രസ്സ് നോക്കണം, പോയിട്ട് ഡെലിവറി ചെയ്ത് ഓടണം, ഇല്ലെങ്കിൽ എത്തൂല. അങ്ങനെ പിന്നെ വൈകിട്ട് കസ്റ്റമർ വിളിക്കുകയാണ്, ഞങ്ങളുടെ പാക്കേജിൻ്റെ ഉള്ളിൽ ഒന്നുമില്ലല്ലോ, പ്ലാറ്റിനമാണ് ഉണ്ടായിരുന്നത്, ഭയങ്കര വിലപിടിപ്പുള്ള സാധനമാണ്, എവിടെ പോയിന്ന്. ഉടനെ തന്നെ ആരാ ഡെലിവറി ചെയ്തത്? മീൻ ഡെലിവറി ചെയ്ത് മൂപ്പരാണ് ഉത്തരവാദി. അങ്ങനെ അപ്പോൾ അവരുടെ പ്ലാൻ ബി ആയിരുന്നല്ലോ അത്, എല്ലാവരും കൂടി ഒത്തിട്ടുള്ള പരിപാടി. പിന്നെ ഞാനാണെങ്കിൽ ട്രെയിനിങ് കഴിഞ്ഞിറങ്ങിയതാണ്, ഒന്നും അറിയില്ല, പൊട്ടനാണ് എന്നൊക്കെ കണ്ടറിഞ്ഞുകൊണ്ട് പിന്നെ കമ്പനിയിലത്തെ പ്രൊസീജിയറൊന്നും പാലിക്കാതെ എന്നെ കൂട്ടിക്കൊണ്ടുപോയി കോർഡിനേറ്റർ, ഈ താൻസാനിയക്കാരൻ, കസ്റ്റമറുടെ അടുത്തേക്ക്. എന്നിട്ട് കസ്റ്റമറിനോട് പറയാണ്, ലോകത്ത് ഒരു കമ്പനിയിലും പറയിലിട്ടാരും അങ്ങനത്തെ ഒരു വാക്കാണ് പറഞ്ഞത്. ഇയാളാണ് നിങ്ങൾക്ക് ഡെലിവറി ചെയ്തത്, ഇയാളെ നിങ്ങൾ നോക്കിക്കോ, ടേക്ക് കെയർ ഓഫ് ഹിം, വാട്ട് എവർ യു വോണ്ട് ടു ടോക്ക് ടു ഹിം. പുതിയ ഒരു സ്റ്റാഫിനെ ചൂണ്ടിക്കാണിച്ചിട്ട്, കോർഡിനേറ്റർ പറഞ്ഞൊരു മാനേജറുടെ സ്ഥാനമാണ്, അയാൾ പറയാണ്, അതായത് ഇയാളോട് ചോദിക്ക്, ഇയാളാണ് ഡെലിവറി ചെയ്തത് എന്ന് പറഞ്ഞിട്ട് എന്നെ ഇവിടെ നിർത്തിയിട്ട് മൂപ്പര് പോയി. ഇത്രയും അധപ്പതിച്ച ഒരു സംഗതിയാണ് അയാൾ അവിടെ ചെയ്തത്. ഇതൊന്നും ഞാൻ മറക്കൂല. കാരണം എന്താ വെച്ചാൽ അങ്ങനത്തെ അതിമാരകമായ ടെൻഷനുള്ളൊരു സമയമായിരുന്നു. പലതും പറയണമെന്നുണ്ട്, ഒന്നും പറയാനും പറ്റുന്നില്ല. എന്നെ കള്ളനാക്കാനുള്ള പരിപാടിയാണ്, ഞാൻ കട്ടു എന്നാണ് അവർ പറയുന്നത്. ഇതിങ്ങനെ തുറന്നിട്ട് അത് പ്ലാറ്റിനെ ഞാൻ എടുത്തു എന്നാണ് പറയുന്നത്. അങ്ങനെ അവർ പറഞ്ഞു, ഞങ്ങൾ കോടതിയിൽ പോകും, കീഴതിയിൽ പോകും എന്നൊക്കെ പറഞ്ഞ് ഞാൻ തൽക്കാലം അവിടെ നിന്ന് ഒന്നും അറിയില്ലല്ലോ എനിക്ക്, ഞാൻ ഇറങ്ങിപ്പോന്ന്. അങ്ങനെ ഇവർ വലിയ കേസാക്കിയിട്ട് ഈ ഇൻ്റർണൽ കേസാക്കി ഉള്ളിൽ. എന്നിട്ട് അത് എവിടെ യൂറോപ്പിൽ ഹെഡ് ഓഫീസിൽ, ഗ്രീസിൽ എവിടെ ഹെഡ് ഓഫീസാണ്, അങ്ങോട്ട് അയച്ചു കൊടുത്ത് എൻ്റെ പേരൊക്കെ വെച്ചിട്ട് ഇയാളാണ് ഡെലിവറി ചെയ്തത്, പിന്നെ ഇയാൾ പിന്നെ കസ്റ്റംസിൽ നിന്നൊക്കെ ക്ലിയർ ആക്കി കൊണ്ടുവന്നതാണ്, ഒരു പ്രശ്നമില്ല, കസ്റ്റംസ് ചെക്ക് ചെയ്ത് അങ്ങനെ പാക്ക് ചെയ്തതാണ്, സാധനം അവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ഇയാളുടെ കയ്യിൽ നിന്നാണ് മിസ്സായത് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു റിപ്പോർട്ട് അങ്ങോട്ട് അയച്ചു കൊടുത്തു. അങ്ങനെ പിന്നെ ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റാതായി. അപ്പോൾ ജോലിയിലും തെറ്റുകൾ വരാൻ തുടങ്ങും. തെറ്റുകൾ വരണമല്ലോ, അതിനാണല്ലോ ഇപ്പോൾ ഈ പദ്ധതിയൊക്കെ. അങ്ങനെ മാനേജറിനെ വിളിപ്പിച്ചു, വേറെ മാനേജറുണ്ട്, മൂപ്പരെന്നെ വിളിപ്പിച്ച് പറഞ്ഞ് ഇതിന് പിന്നെ എക്സ്പ്ലനേഷൻ തരണം, നീന്താണ് പിന്നെ സ്കാനിങ് ഒക്കെ ലാസ്റ്റ് എന്ന് പറഞ്ഞു. അങ്ങനെ
ഞാൻ ഈ ഡ്യൂട്ടി തിരക്ക് കാരണേ നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് ഇരിക്കാൻ സമയം തന്നെ കിട്ടില്ല. എന്തായാലും കമ്പ്യൂട്ടറിൽ സമയം ഉണ്ടാക്കിയിരുന്നു. രാത്രി ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം 10-10:30 ജോലി കഴിയാം. അതിൻ്റെ ശേഷം പിന്നെ ഒന്നും തരൂലല്ലോ, എല്ലാവരും ഉറങ്ങിയില്ലേ, അത് കസ്റ്റമറൊക്കെ അവർ വിളിക്കൂലല്ലോ. അങ്ങനെ രാത്രി 10:30 ഞാൻ സിസ്റ്റം ഓണാക്കി ഈ പാക്കേജിൻ്റെ പിന്നെ റെക്കോർഡ് പരിശോധിച്ചപ്പോൾ ഞാൻ ട്രെയിനിങ്ങിലായിരുന്ന സമയത്ത് ഫസ്റ്റ് ഡേ 7 ദിവസമാണല്ലോ ട്രെയിനിങ്. അപ്പോൾ ഞാൻ ട്രെയിനിങ്ങിലേക്ക് കയറുന്ന ആദ്യത്തെ ദിവസമാണ് ഈ പാക്കേജ് കസ്റ്റംസിൽ വന്നത്. പിറ്റത്തെ ദിവസം തന്നെ 12 മണിക്ക് ഡെലിവറി ചെയ്തോണം. 12 മണിക്ക് മുന്നായിട്ട് ഡെലിവറി ചെയ്യണം പിറ്റത്തെ ദിവസം തന്നെ. ആ പാക്കേജ് 7 ദിവസം ഇരിക്കുകയാണ്, 8 ദിവസം ഇരിക്കുകയാണ് ഡെലിവറി ചെയ്യാതെ. പറയുമ്പോൾ അത് വളരെ ഈസി ലൊക്കേഷനുമാണ്, അല്ലെങ്കിൽ നോക്കിയാൽ കാണാം. അടുത്ത ബിൽഡിങ്ങാണ്, എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണ്, ഒരു ജ്വല്ലറി കമ്പനിയാണ്, ബഹ്റൈൻ ജ്വല്ലറി എന്ന് പറയും. എല്ലാവർക്കും അറിയാവുന്ന, അങ്ങനെ അറിയില്ല ഞങ്ങൾക്ക് എന്ന് പറയാനുള്ള ഒരു ചാൻസും ഇല്ല. എന്ന് മാത്രമല്ല അവിടെ എത്തുമ്പോൾ നേരം വൈകി എന്ന് പറയാനും പറ്റില്ല, കാരണം തൊട്ടടുത്തല്ലേ. പക്ഷേ ഈ ഒരു പാക്കേജിൻ്റെ ഹിസ്റ്ററി പരിശോധിച്ചപ്പോൾ മനസ്സിലായത് ഈ 7 ദിവസവും പിന്നെ ഈ കൊണ്ടുപോയ ആളുണ്ടല്ലോ, വേറൊരു കൊറിയറാണ് കൊണ്ടുപോയിട്ടുള്ളത്. ഈ കൊറിയർ ഈ ഒരാൾ ബഹ്റൈനിയാണ്. മൂപ്പർ അതിൽ കൊടുത്തിരിക്കുന്ന സ്റ്റാറ്റസ് എന്താ അറിയോ, 2-3 ദിവസം ലൊക്കേഷൻ കിട്ടിയില്ല എന്ന് ഇട്ടിട്ടുള്ളത്. ലൊക്കേഷൻ മൂപ്പർക്ക് അറിയില്ല. ബാക്കിയുള്ള ദിവസമൊക്കെ ലേറ്റായി നട്ടിട്ടുള്ളത്. അവിടെ എത്തുമ്പോൾ ഈ കമ്പനി ക്ലോസ്ഡ് എന്ന് ഇട്ടിട്ടുള്ളത്. അത് അസംഭവ്യമാണ്, അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അപ്പോൾ ഈ റെക്കോർഡ് ഞാൻ എടുത്തിട്ട് പിന്നെ അതിൻ്റെ ഫുള്ള് റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കേണ്ടത് ഈ പിശാചിനാണ്. ഏത് ഈ കോർഡിനേറ്റർക്ക് തന്നെ വേണത് കൊടുക്കാൻ. മാനേജർ പറഞ്ഞു, പക്ഷെ കൊടുക്കേണ്ടത് കോർഡിനേറ്റർക്കാണ്. അങ്ങനെ എന്തായാലും അതൊക്കെ കൂടി എഴുതിയിട്ട് മൂപ്പർക്ക് കൊടുത്തു. പിന്നെ ഈ പാക്കേജ് ഇങ്ങനെ പിന്നെ എത്ര ദിവസമായിട്ട് വന്ന് കിടക്കാൻ, എന്തുകൊണ്ട് കിടന്ന് 7 ദിവസം എന്നെ കാത്തിരിക്കുകയായിരുന്നു ഒക്കെ ഒന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കോർഡിനേറ്റർക്ക് പേടിയായി. ഇത് മാനേജർ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ അയാളെ പിടിക്കും. ഇതെങ്ങനെ ഇവിടെ അങ്ങനെ ഇവിടെ പറഞ്ഞാൽ എല്ലാ കസ്റ്റംസിലത്തെ എല്ലാവരും പിടിക്കും, എല്ലാ സ്റ്റാഫിനും പിടിക്കും. ഞാൻ കൊടുത്തത് ഓർമ്മയുണ്ട്. പിറ്റത്തെ ദിവസം മുതൽ ആ ഒരു പാക്കേജിനെ കുറിച്ച് ഒരു ചർച്ചയില്ല. മറ്റത് ഭയങ്കരമായിരുന്നു. ഇത്രയും വിലപിടിപ്പുള്ള കാണാതായിട്ടോ, അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് ഭയങ്കര ചർച്ചയായിരുന്നു എല്ലാവരുടെ ഇടയിലും. അമീൻ പറഞ്ഞ് എല്ലാവരും ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. ഇത് ഈ റിപ്പോർട്ടിൻ്റെ കൊടുത്തോട് ഒരു തെളിവ് സഹിതം കൊടുത്തോട് കൂടിയിട്ട് ഒറ്റ ആളുടെ നാവിൽ നിന്ന് ഒരു അക്ഷരം വരുന്നില്ല. പിന്നെ ആ കേസ് എന്തായെന്ന് തന്നെ അറിയില്ല. അതിൻ്റെ ഇടയിൽ മലയാളീസ് ഉണ്ട്. മലയാളികൾ ഭൂലോക പാരകളായിരിക്കുമല്ലോ. ബഹ്റൈനികളെ ശത്രുക്കൾ, ഏറ്റവും വലിയ ശത്രുക്കൾ തൊട്ടടുത്തുള്ള മലയാളീസായിരിക്കും. അവരും നീ എടുത്തിട്ടുണ്ടെങ്കിൽ കൊടുക്കടാ പറയും പിന്നാലെ മലയാളീസ്. ഈ പ്ലാറ്റിനം എന്താണെന്ന് തന്നെ എനിക്കറിയില്ല. അത് എടുത്തിട്ട് ഞാൻ എന്താക്കാൻ, എവിടെ തൂക്കി വെക്കാനാണ്? ചെറിയൊരു ബഹ്റൈനിൽ എടുത്തിട്ടുണ്ടെങ്കിൽ കൊടുക്കടാന്ന് ആര്? മലയാളീസ് പറയാ. അങ്ങനെ നോക്കുമ്പോൾ മിണ്ടാട്ടില്ല. അങ്ങനെ അവരുടെ ആ പ്ലാൻ ബിയും നശിച്ചു. പിന്നെ പ്ലാൻ സി എന്താണ്? അമിത ഭാരം കൊടുക്കുക, അമിത ജോലി, ലൊക്കേഷൻ മാറ്റി തരിക, എന്നിട്ട് തെറി പറയാ, എന്നിട്ട് പിന്നെ ഇവൻ തല്ലൂടുന്നതാണ് പറയാം. അപ്പം നമ്മൾ പ്രതിഷേധിക്കല്ലോ, ഒരു ലെവൽ കഴിഞ്ഞാൽ പിന്നെ പ്രതിഷേധിക്കല്ലോ ആരായാലും. അപ്പോൾ ആണല്ലോ അവർ തർക്കിക്കണമല്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെയായി. പക്ഷേ ഈ കാലഘട്ടത്തിലൊക്കെ തന്നെ ഭക്ഷണം ഒരു നേരമാണ്, രാത്രി മാത്രം. അങ്ങനെ ഉള്ളൊരു ലൈഫായിരുന്നു അതിൽ. അങ്ങനെ 1 കൊല്ലം കഴിഞ്ഞപ്പോൾ, സാധാരണഗതിയിൽ എല്ലാ കമ്പനിയിലും ഒരു 1-2 കൊല്ലം ജോലി ചെയ്ത് കഴിഞ്ഞാൽ ആ ആൾ ഒന്ന് എസ്റ്റാബ്ലിഷ് ആവും, ഒന്ന് സ്മൂത്ത് ആവും. മുമ്പത്തെ അത്ര ടെൻഷനൊന്നും ഉണ്ടാവില്ല. പക്ഷേ എനിക്ക് അതേ ടെൻഷൻ അവർ തന്നുകൊണ്ടിരുന്നു. പിന്നെ എന്ത് ചെയ്തു അറിയോ? പിന്നെ ഈ ഡെലിവറിയും പിക്കപ്പ് മാത്രമല്ല, ഇത് കഴിഞ്ഞാൽ ഒരു എക്സ്പോർട്ടിംഗ് ഉണ്ട്. ഈ വന്ന സാധനങ്ങളൊക്കെ എക്സ്പോർട്ട് ചെയ്യണം, പിന്നെ വിമാനത്തിൽ കയറ്റി അയക്കണമല്ലോ. അത് വലിയൊരു പ്രൊസീജിയറാണ്. അപ്പോൾ ഈ ഡെലിവറി ചെയ്യുന്ന ആളത് ചെയ്യേണ്ട ആവശ്യമില്ല, ചെയ്യാൻ പാടില്ല. കാരണം അത് എങ്ങനെ ചെയ്യാം? അത് വേറെ ഡിപ്പാർട്ട്മെൻറ്റാണ്. കാരണം രാവിലെ വന്ന് 5 മണിക്ക് വന്നിട്ട് ഈ എല്ലാ പാക്കേജ് എത്തണമെങ്കിൽ രാത്രി 10 മണിക്കല്ല അറിയുള്ളിൽ എത്തി എന്നുള്ളത്. എന്നിട്ട് അത് എക്സ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെയും 3 മണിക്കൂറുടെ പണിയാണ്. അപ്പോൾ മണിക്കൂർ എത്ര മണിക്കൂർ ജോലി? 14 മണിക്കൂർ അല്ലെങ്കിൽ തന്നെ ഉണ്ട്, പിന്നെ 17 മണിക്കൂറോ. ആ ജോലി എനിക്ക് തരും. ഇന്ന് ആളില്ല, ആ ആൾ സിക്കായി, അയാൾ വന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതും എൻ്റെ പേരടിക്ക്. അങ്ങനെ 17 മണിക്കൂർ പണി, ചില ദിവസം 14 മണിക്കൂർ. ഓവർ ടൈം ഒന്നുമില്ല. ഓവർ ടൈം ഒക്കെ തുടച്ച് മാറ്റി കട്ട് ചെയ്ത് കളയും. കാരണം പൈസ കിട്ടുന്നത് കണ്ടിട്ട് ഞാൻ വിട്ടുപോകണം. ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ സ്വയം പറയണം. അങ്ങനത്തെ അവസ്ഥയിലേക്കാക്കി. പിന്നെ അല്ലാത്തത് കുറേ പറയുന്നുണ്ട്, വേറെയും തെറികളും കാര്യങ്ങളും
കംപ്ലൈൻ്റ് ഒക്കെ വേറെയും കുറേ പറയുന്നുണ്ട്. അതിലൊക്കെ ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പൊളിറ്റിക്സ് എന്ന് പറയാം, മാരകമായ പൊളിറ്റിക്സ്. ജോലി നമുക്ക് എങ്ങനെയൊക്കെ ചെയ്ത് തീർക്കാം, പക്ഷെ പൊളിറ്റിക്സ് ഉണ്ടല്ലോ, അതും ഒരു കമ്പനിയിലും ഇല്ലാത്ത പൊളിറ്റിക്സ്. കാരണം എന്താ വെച്ചാൽ ഈ ശമ്പളം, കാരണം പിന്നീട് ആദ്യം കട്ട് ചെയ്തിരുന്ന പോലെ ഒന്നും കട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ എനിക്കൊരു 300-400 ദിനാറൊക്കെ കിട്ടിയിരുന്നു, 400 ദിനാർ വരെയൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ ഈ ശമ്പളം, ഞാനൊരു മോട്ടോർ സൈക്കിൾ ഓടിച്ച് നടന്നിരുന്ന ആളാണ് ബഹ്റൈനിൽ. ഈ പിസയും സാൻഡ്വിച്ചൊക്കെ ഡെലിവറി ചെയ്യുന്ന കമ്പനി ഉണ്ടല്ലോ, അത് KFC ഒക്കെ, അതിൽ ജോലി ചെയ്തിരുന്നതാണ് 60 ദിനാർ ശമ്പളത്തിന്. അപ്പം അങ്ങനത്തെ ഇയാൾക്ക് എങ്ങനെയാണ് 400 കിട്ടുക, കാണണല്ലോ എന്നും പറഞ്ഞിട്ട് ഇയാളെ പുറത്താക്കി ഞങ്ങൾ അടങ്ങ് പറഞ്ഞിട്ട് ഒരു ടീമായിട്ട്, അതിൽ മലയാളീസ് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് എന്നെ മോശക്കാരനെ കാണിച്ചുകൊണ്ട് അവരും മുന്നോട്ട് പോയി. കാരണം അപ്പോൾ എല്ലാവരും എന്നെ ശ്രദ്ധിക്കല്ലോ. ഇപ്പോൾ ഇന്ത്യയിലില്ലേ മുസ്ലിങ്ങൾ മഹാപോക്കാന്ന് പറഞ്ഞിട്ട് എല്ലാ തെമ്മാടുത്ത് ചെയ്യണം, അതേപോലെ തന്നെ അമീൻ മഹാമോശമാണ് പറഞ്ഞിട്ട് അവരെല്ലാം സുഖസൗകര്യം നുകരും. അങ്ങനെ അവരും അവരുടെ കൂടെ. അങ്ങനെ പിന്നെ 2 കൊല്ലം 3 കൊല്ലമൊക്കെ കഴിഞ്ഞപ്പോഴേക്കിനും പിന്നെ 2002 എത്തി. അങ്ങനെ ഈ ജോലി കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്തു കൂടെ ആ ടെൻഷനും ഒന്നെങ്കിലും നടക്കുമ്പോൾ 2 കൊല്ലം കഴിഞ്ഞിട്ട് കൊല്ലം ലീവ് എടുക്കുക, പക്ഷേ 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് ലീവ് എടുത്തത്. കാരണം ആകെ ഒരു പരിഭ്രാന്തി പോലത്തെ അവസ്ഥയായിരുന്നു. അങ്ങനെ 2 കൊല്ലം കഴിഞ്ഞ് 2002 ഏതോ മെയ്യോ ജൂണോ ലീവ് കിട്ടി എനിക്ക്. അങ്ങനെ 30 ദിവസമാണ് ലീവ്. 30 ദിവസം സമാധാനത്തിൽ നാട്ടിൽ ഒന്ന് റിലാക്സ് ആവാൻ പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതുവരെ ഒരു എപ്പിസോഡ്, ഇനി അടുത്ത എപ്പിസോഡിൽ ബാക്കി കാര്യം പറയാം.